ബ്രോങ്കോസ്കോപ്പി പേര് കേൾക്കുമ്പോൾ കഠിനമായ ഒന്ന് തോന്നുമെങ്കിലും ബ്രോങ്കസ് എന്ന് പറഞ്ഞാൽ ശ്വാസനാളവും സ്കോപ്പി എന്ന് പറഞ്ഞാൽ കാണുകയും ബ്രോങ്കോസ്കോപ്പി എന്ന് പറയുമ്പോൾ ശ്വാസനാളങ്ങളിലേക്കുള്ളൊരു കാഴ്ച. ഈ രണ്ട് തരത്തിലുള്ള ബ്രോങ്കോസ്കോപ്പുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഒന്ന് നമ്മൾ പറയുന്ന റിജിഡ് ബ്രോങ്കോസ്കോപ്പ്, മറ്റേതാണ് ഫ്ലെക്സിബിൾ ബ്രോങ്കോസ്കോപ്പ്. നമ്മൾ ആദ്യം ഫ്ലെക്സിബിൾ ബ്രോങ്കോസ്കോപ്പിലേക്ക് വരാം. ഫ്ലെക്സിബിൾ ബ്രോങ്കോസ്കോപ്പ് സാധാരണ യൂസ് ചെയ്യുന്നത് രണ്ട് ഭാഗങ്ങളായിട്ടാണ്. തെറാപ്യൂട്ടിക്കായിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ചികിത്സയുടെ ഭാഗമായിട്ടും യൂസ് ചെയ്യാം, അതേപോലെ രോഗം നിർണ്ണയിക്കുന്നതിനായിട്ടും യൂസ് ചെയ്യാം. അപ്പം രോഗം നിർണ്ണയിക്കുന്നതിനായിട്ട് ഇപ്പോൾ ക്യാൻസർ പോലുള്ള രോഗങ്ങൾ സംശയിക്കുന്നു, ഉള്ളിൽ മുഴകളുണ്ടോ എന്ന് സംശയിക്കുന്നു, ILD പോലത്തെ അസുഖങ്ങൾ, ഇവയെല്ലാം കണ്ടുപിടിക്കുന്നതിനായിട്ട് നമുക്ക് ബ്രോങ്കോസ്കോപ്പ് വെച്ചിട്ട് അതിൽ നിന്നുള്ളിൽ നിന്ന് ബയോപ്സി എടുക്കാൻ പറ്റും. അതേസമയം ന്യൂമോണിയ പോലത്തെ കണ്ടീഷനുകൾ നമുക്ക് അതിൽ നിന്ന് കഫം വലിച്ചെടുക്കുകയും അതേപോലെ കഫക്കെട്ടുണ്ടെങ്കിൽ അതെടുത്ത് പരിശോധനയ്ക്ക് കൊടുക്കുകയും ചെയ്യാം. ഇതെല്ലാം നിർണ്ണയത്തെയും സഹായിക്കുന്നു. ഇനി റിജിഡ് ബ്രോങ്കോസ്കോപ്പിൻ്റെ ആവശ്യകത പലപ്പോഴും വരുന്ന കുറച്ചുകൂടി അഡ്വാൻസ് പ്രൊസീജിയേഴ്സാണ്. ശ്വാസനാളത്തിലൊരു മുഴ വന്നു, അത് ശ്വാസം എടുക്കുന്നതിനെ തടസ്സപ്പെടുത്തി നിൽക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് എടുത്തു മാറ്റാനായിട്ട് സഹായിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇതിന് വേണ്ട ഒരു ഉപകരണമാണ് റിജിഡ് ബ്രോങ്കോസ്കോപ്പ്. ഇപ്പോൾ പല മേജർ പ്രൊസീജിയേഴ്സും ചെയ്യുന്നത് ഇതുവഴി തന്നെ. സ്റ്റെൻറ്റ് ഇടണം, ഇതിനൊക്കെ റിജിഡ് ബ്രോങ്കോസ്കോപ്പ് ഇല്ലാതെ പറ്റില്ല. അപ്പോൾ റിജിഡ് ബ്രോങ്കോസ്കോപ്പ് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് പ്രൊസീജിയേഴ്സിന് വേണ്ടിയും, ഫ്ലെക്സിബിൾ ബ്രോങ്കോസ്കോപ്പ് പലപ്പോഴും വർക്കിംഗ് ചാനലായിട്ട് യൂസ് ചെയ്ത് റിജിഡ് വഴിയും ചെയ്യും, അല്ലാതെയും ചെയ്യുന്നതാണ്.